കൊച്ചിയിൽ നമ്മൾ തോറ്റു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറിനെ ഏകദേശം 2-3 മത്സരങ്ങൾ കളിപ്പിക്കാൻ വിടാത്ത രീതിയിൽ നല്ല ഒന്നാം തരം ഫൗൾ എടുത്ത് വെച്ചിട്ട് കൊടുത്ത്, അത് കളിയുടെ ഇടയിലാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും മുറിവേൽപ്പിച്ചിട്ടാണ് നമ്മൾ അവരെ വിട്ടത്. അതുകൊണ്ട് തന്നെ ആ മുറിവ് വെച്ച് കെട്ടിക്കൊണ്ട് പഞ്ചാബ് അവിടെ കാത്തിരിക്കുന്നുണ്ട് കേരളത്തിനെ അടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ 2025 ആദ്യ മത്സരം സിമ്പിൾ ആയിരിക്കുമോ? എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് 3 പോസിറ്റീവ് വശങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻഡപ്പൻ ആൻഡ് യു ആർ ലിസണിങ് ടു ആൻഡപ്പൻ ടോക്കീസ്. വെൽക്കം ബാക്ക് എന്നൊന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല. സ്പോർട്സ് റിവ്യൂ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരമാണ്. അതിൽ 3 പോസിറ്റീവ് കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആദ്യ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2024 കാര്യങ്ങളെ എല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ സീസൺ, പുതിയ വർഷം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ കളിക്കാൻ സാധിക്കുന്നൊരു മത്സരമാണ്. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കംബാക്ക് എന്നുള്ള സാധനം കൊണ്ടുവരുന്നുണ്ട് എന്ന് ഫാൻസിനെ ബോധിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു മത്സരമാണിത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനെ ആ ഒരു സെൻസിൽ എടുക്കാം എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സോ അതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. രണ്ടെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ തന്നെ പഞ്ചാബിനും ഒട്ടും സ്മൂത്തായിട്ടുള്ള ഒരു ടൈം അല്ല എന്നുള്ളതും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 4 മത്സരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ൽ 3 പഞ്ചാബും തോറ്റിട്ടുണ്ട്, 4-ൽ 3 നമ്മളും തോറ്റിട്ടുണ്ട്. അതിൽ ഓരോരോ കളികൾ വെച്ച് ഇരു ടീമുകളും ജയിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 4 മത്സരങ്ങളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുല്യ ടീമായിട്ട് ഇരു ടീമുകളെയും കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ മൂന്നാമത്തെ പോസിറ്റീവ് കാര്യം എന്താണെന്ന് എടുത്തു കഴിഞ്ഞാൽ, 3 മത്സരങ്ങൾ മാത്രമാണ്, കഴിഞ്ഞ ലാസ്റ്റ് 3 മത്സരങ്ങളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു മത്സരം നമ്മൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവരോ 3 മത്സരങ്ങൾ തോറ്റു. ഇനി ആ പോസിറ്റീവ് വശങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ട് കളയുക. ഇനി പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ, ആസ് എ ഫാൻ ബോയ് അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2024 കഴിഞ്ഞു. ഇത് 2025. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിട്ടും ഫാൻസിനെയും തൃപ്തിപ്പെടുത്താനായിട്ടും. TV യിലിരുന്ന് കാണുന്നവരുണ്ട്, ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണിലിരുന്ന് കളി കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. യാത്ര ചെയ്ത് അവിടെ സ്റ്റേഡിയത്തിൽ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിന് കളിച്ചു എന്നുള്ളൊരു ഫീൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സീസണിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടീമാണ് പഞ്ചാബ്. ആ പഞ്ചാബിന് കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ല, തോൽവി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബ് മെൻ്റലി അത്രമേൽ സ്ട്രോങ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അവർക്കൊരു ഇച്ചിരി പ്രഷർ ഉണ്ടാവും നമ്മളെ കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട്. സോ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിജയം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഇതിൽ 4 മത്സരങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ 4 മത്സരങ്ങൾ ഇരു ടീമിൻ്റെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ടീമുകളുമായിട്ട് തന്നെയാണ് നമുക്ക് മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിലാകെ ഒരു മത്സരത്തിലാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ അതിലെ സ്കോർ ലൈൻ ഏകദേശം സിമിലർ ആണ് എന്നുള്ളതുമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബ് കളിച്ചത് ഈസ്റ്റ് ബംഗാളിനെതിരെ 4-2 അവർ തോറ്റു. നമ്മൾ കളിച്ചത് ബംഗളൂരു FC-ക്കെതിരെ 4-2 നമ്മളും തോറ്റു എന്നുള്ളതാണ്. ഇനി എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഒരു എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജംഷഡ്പൂരുമായിട്ട് നമ്മൾ തോറ്റു, 1-0 നമ്മൾ തോറ്റപ്പോൾ അവർ 2-1 തോറ്റു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഫുട്ബോളിൽ വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര നല്ല ഫോമിലും അല്ല എന്നുള്ളതാണ്. പിന്നെ ഈ മത്സരത്തെ ഒന്നും കൂടെ നമ്മളെ ശ്രദ്ധിക്കണം എന്ന് ആലോചിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ നമ്മൾ തോക്കുകയാണ് ഉണ്ടായത്. അതൊരു കാര്യം. പക്ഷെ അത് തോറ്റു എന്ന് മാത്രമല്ല,
ആ മത്സരത്തിൽ അവരുടെ കുന്തമുനയായിട്ടുള്ള മച്ചാനെ നമ്മൾ ആക്ച്വലി പരിക്കേൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 2-3 മത്സരങ്ങൾ കളിക്കാൻ പറ്റിയില്ല. അവരുടെ ക്യാപ്റ്റനാണ്, അവരുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആ പുള്ളിയെ രാഹുൽ ഇത് പാർട്ട് ഓഫ് ദ മാച്ചിൽ പറ്റിപ്പോയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് പല ഇൻ്റർവ്യൂസിലും പുള്ളി അത് രാഹുൽ ഭയങ്കര വേണം വെച്ച് ചെയ്തതാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ലൈനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്കെന്തോ പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ഇതിനൊക്കെയുള്ളൊരു പകരം വീട്ടലിനും കൂടെയുള്ളൊരു ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ കളി അത്ര സിമ്പിളായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കുറച്ച് ടൈറ്റ് ആയിരിക്കും, കുറച്ച് ഹാർഷായിരിക്കും, കുറച്ച് അഗ്രസീവ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിഹാലിനെ കുറിച്ച് എടുത്തു പറയണം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു ഇച്ചിരിയും കൂടെ എനർജി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും കാണേണ്ടതായിട്ട് വരും ഈ മത്സരത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ 2024 കാര്യങ്ങളെല്ലാം മറന്ന് കളിച്ച് ഒന്ന് ഉഷാറാക്കാൻ പറ്റുന്ന സമയമാണ്. അതിന് കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൺ ഫുട്ബോൾ എന്ന് പറയുന്ന ആപ്പ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഈ പറയുന്ന പോലെ മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ, ഹൂ വിൽ വിൻ എന്നുള്ള പ്രഡിക്ഷനിൽ ഏകദേശം 73% ഫാൻസും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നാണ്. 23% ഫാൻസ് മാത്രമേ പഞ്ചാബിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ. പക്ഷേ അതിൽ ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാലും നമ്മൾ മലയാളികൾ ഈ കമൻ്റ് ഇടാനും ഈ പോളുകളിലൊക്കെ ഇത് ചെയ്യാനും നമ്മൾ മലയാളീസ് കുറച്ച് കൂടുതലാണ്. സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പഞ്ചാബ് കുറച്ച് താഴെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ സീസണിലെ മൊത്തം അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും 10ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് പോലെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. 14 മത്സരങ്ങളിൽ നിന്നും 14 പോയിൻ്റായിട്ട്. ഇപ്പോൾ പഞ്ചാബിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്നും 18 പോയിൻ്റ് അടിച്ചുകൊണ്ട് അവർ 8ാം സ്ഥാനത്താണ്. എങ്ങനെയെങ്കിലൊക്കെ നോക്കുമ്പോൾ ദേ ആർ ഫാർ ബെറ്റർ ദാൻ അസ് എന്നുള്ളത് പോയിൻ്റ് വഴിയും പ്ലേയും എല്ലാം കൊണ്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ 3 പോസിറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് ഈ മത്സരത്തിൽ ഈ വർഷത്തിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. ആസ് എ ഫാൻ ബോയ് എൻ്റെ പ്രഡിക്ഷൻ 1-0 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്നുള്ളതാണ്. ഇനി ടു ബി ഓണസ്റ്റ് എന്തായിരിക്കും സ്കോർ എന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് 1 ഗോളിന് തോറ്റാൽ മതി എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ 2-3 കാരണങ്ങളുണ്ട്. അപ്പം നിഹാലും ബാക്കിയുള്ളവരും ഒക്കെ നമുക്കെതിരെ നല്ല അഗ്രസീവിൽ കളിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് പഞ്ചാബിനൊരു തിരിച്ചുവരവ് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവർ സിമ്പിളാക്കുമെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. സോ ഫ്രം ബ്രെയിൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 1, 2, 3 ഗോളിന് നമ്മൾ തോക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ മത്സരത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ചെയ്തെന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡ് പിന്നെ സൈനിങ് ഓഫ്.